നിലമേലിലെ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെ ഗവർണർ സർക്കാർ പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ ഏർപ്പെടുത്തിയതിനെ ഗൗരവമായിട്ടാണ് സർക്കാരും CPM-ഉം കാണുന്നത്. ഇതിന് പിന്നാലെ കേന്ദ്രം ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയതും സംശയാസ്പദമാണെന്ന് പാർട്ടിയുടെ വിലയിരുത്തലുണ്ട്. എല്ലാ മാസവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുന്ന റിപ്പോർട്ടിലും ഇത്തവണ ഗവർണർ കടുത്ത നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് സൂചന. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹൻ ചേരുന്നുണ്ട്. ഹരി, ഇന്നലെ ഒരുപാട് നാടകീയ സംഭവങ്ങൾക്കാണ് നാട് സാക്ഷ്യം വഹിച്ചത്. നിലമേലിലെ SFI പ്രതിഷേധം, പിന്നീട് ഗവർണറുടെ പ്രതിഷേധം. എന്തൊക്കെ വിശദാംശങ്ങൾ നമുക്ക് ഇന്ന് പങ്കുവെക്കാനാകും? ഷഹാന, ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രസേനയുടെ വരവ് തന്നെയാണ്. അതായത് സംസ്ഥാനത്തേക്ക് ഒരു കേന്ദ്രസേന സുരക്ഷയ്ക്കായി വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടതാണ്. രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ CRPF സംഘം ഏറ്റെടുത്തതായിട്ടുള്ള കാഴ്ച. അതായത് ആദ്യ സംഘമാണ്, CRPFന്റെ ആദ്യ ലെയർ ഓഫ് സംഘമാണ് ഇന്നലെ എത്തിയത്. 30 അംഗ സംഘം. അവർ രാജ്ഭവനിൽ ഇന്നലെ അണിനിരക്കുകയും ഒപ്പം തന്നെ അതിനുശേഷം പുറത്തേക്കിറങ്ങി ഗവർണർക്കൊപ്പവും അതേ സംഘം തന്നെ പോവുകയും ചെയ്തു. ഇതിനുശേഷം ഗവർണർ ഇന്നലെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോയിരുന്നു. ഇനിയിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്കായിരിക്കും ഗവർണർ എത്തുക. ആ സമയത്ത് നമുക്ക് ഗവർണർക്കൊപ്പം വീണ്ടും കേന്ദ്രസേനയെ കാണാനാകും. മാത്രമല്ല 8-ാം തീയതി തിരുവനന്തപുരത്തേക്ക് എത്തും. ആ സമയമാകുമ്പോഴേക്കും രാജ്ഭവന് ചുറ്റും വീണ്ടും CRPFന്റെ സുരക്ഷ കൂടാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. കാരണം രണ്ടാമത്തെ സംഘം, CRPFന്റെ രണ്ടാമത്തെ സംഘവും പൂർണ്ണമായിട്ടും രാജ്ഭവന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇതിനൊന്നും അത്ര നിസ്സാരമായി അല്ലെങ്കിൽ അതിൽ ലാഘവത്തോടെ കാണാൻ സർക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സർക്കാർ ഇതിനെ നിരീക്ഷിക്കുന്നത് കൃത്യമായി രാഷ്ട്രീയത്തോടെയാണ്. അതായത് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ കേന്ദ്രസേനയെ ഇങ്ങോട്ടേക്ക് വിന്യസിക്കുന്നതിന്റെ കാരണം അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി അത്ര ശരിയല്ല എന്നുള്ള നിലയിൽ തന്നെയാണ് സർക്കാർ ഇതിനെ കാണുന്നത്. ഒപ്പം തന്നെ CPM-ഉം ഇന്ന് നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം കാര്യമായി തന്നെ ചർച്ച ചെയ്യും. കാരണം ഇന്നലെ നിലമേലിൽ ഷഹാന ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ നിലമേലിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് സൃഷ്ടിച്ചത്. ഗവർണർ ആ സമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സെക്രട്ടറിയെ വിളിക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. ഉപരാഷ്ട്രപതി വിളിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാണ് എന്നുള്ളൊരു നിലപാടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് സർക്കാർ. കാരണം നിലവിൽ പോലീസാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ടിരുന്നത്. അതായത് സംസ്ഥാനത്തെ പോലീസ് ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകിക്കൊണ്ടിരുന്ന വ്യക്തി കേരളത്തിന്റെ ഗവർണറാണ്, സംസ്ഥാനത്തിന്റെ തലവനായിട്ടുള്ള ഗവർണറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസിന്റെ സുരക്ഷ മാറ്റേണ്ടിരുന്ന ആവശ്യകതയൊന്നുമില്ലായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം ഒന്നും തന്നെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ലായിരുന്നു എന്നുള്ളൊരു നിരീക്ഷണമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ തന്നെയായിരിക്കും CPM ഉദ്ദേശിക്കുക. കാരണം ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമായിരുന്നു. ഗവർണറുടെ വാഹനത്തിൽ യാതൊരു തരത്തിലും SFI-ക്കാർ അടിക്കുകയോ അല്ലെങ്കിൽ വാഹനം തടയുകയോ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഗവർണർ പുറത്തേക്കിറങ്ങിയത് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം CPM-ഉം സർക്കാരും ഉയർത്തുന്നുണ്ട്. ഗവർണർ അപ്പോൾ ഇറങ്ങിയത് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ഷോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെ സർക്കാർ എത്തിച്ചേരുകയാണ്. അങ്ങനെ ഒരു ഷോ ഉണ്ടാക്കിയതിന്റെ പരിണത ഫലമായിട്ടാണ് കേന്ദ്രസേന ഇവിടേക്ക് വരുന്നതിന്റെ കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ SFI-യുടെ ഭാഗത്ത് നിന്ന് SFI പ്രതിഷേധത്തിനെതിരെ വ്യാജ പ്രചരണം നടത്തിയത് ഗവർണറാണ്. അത് രാഷ്ട്രീയ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ തുടർച്ചയായാണ് കേന്ദ്രസേനയുടെ വരവും ഉണ്ടായത് എന്നുള്ളൊരു നിരീക്ഷണം സ്വാഭാവികമായിട്ടും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം അങ്ങനെ ഒരു നിരീക്ഷണം നേതാക്കളടക്കം പങ്കുവയ്ക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ അതായത് നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞ സമയത്ത് എല്ലാ നേതാക്കളും, പ്രത്യേകിച്ച് LDF-ലെ എല്ലാ നേതാക്കളും മന്ത്രിമാരടക്കമുള്ളവർ തന്നെ ഗവർണറെ ആക്രമിക്കുന്ന ഒരു പ്രവണത പുറപ്പെടുവിച്ചില്ലായിരുന്നു. അതായത് ഗവർണർ അത്തരത്തിൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ പോയത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണമാകാം എന്ന് പറഞ്ഞ് അതിനെ ലാഘവത്തോടെ വിടുകയായിരുന്നു ആ സമയം ചെയ്തത്. പക്ഷെ ഇനി അങ്ങോട്ട് അന്ന് മന്ത്രി V. ശിവൻകുട്ടി മാത്രമാണ് ഗവർണർക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സമീപനം ഉണ്ടായത്. പക്ഷെ അതിനുശേഷം ഇനിയിപ്പോൾ അതായത് ഗവർണർ ഇത്തരത്തിൽ ഷോ നിലമേലിൽ നടത്തുന്നു. വീണ്ടും തിരുവനന്തപുരത്തെത്തി അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. SFI-ക്കാരെ തെമ്മാടികൾ എന്ന് വിളിക്കുന്നു. മുഖ്യമന്ത്രി അധികാരം തലയ്ക്ക് പിടിക്കുമ്പോൾ നിയമത്തിന് മുകളിലാണ് എന്ന് വിശ്വസിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിലേക്ക്
അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് ഗവർണർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെ വിഷയം ചർച്ചയാവുകയും ഗവർണർക്കെതിരെ തുറന്ന പോരാട്ടത്തിന് തന്നെ എല്ലാവരും തയ്യാറെടുക്കണമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല നാളെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നിയമസഭയിൽ തുടങ്ങാനിരിക്കുകയാണ്. ഈ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുക്കുന്ന LDF MLA എല്ലാവരും തന്നെ ഒന്നടങ്കം ഗവർണർക്കെതിരെ ആഞ്ഞടിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. നാളെ നിയമസഭയിൽ ഗവർണറായിരിക്കും പ്രധാനപ്പെട്ട വിഷയം. അതേസമയം തന്നെ ഇതിലെ പ്രതിപക്ഷം കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ഇത് രണ്ടു കൂട്ടരും കൂടി നടത്തുന്ന ഒരു തിരക്കഥയുടെ അല്ലെങ്കിൽ രണ്ടു കൂട്ടരും നടത്തുന്ന ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള നിരീക്ഷണമാണ് പ്രതിപക്ഷം പങ്കുവയ്ക്കുക. പക്ഷേ എങ്കിൽ പോലും നിയമസഭയിൽ പരമാവധി ഗവർണറെ ആക്രമിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും LDF ലക്ഷ്യമിടുക. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും മന്ത്രിമാരുൾപ്പെടെയുള്ള എല്ലാവരും തന്നെ ഗവർണറെ ആക്രമിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരിക്കും നാളെ ഉണ്ടാവുക. മാത്രമല്ല ഇതിനകത്ത് ചില സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇനി നടക്കാനുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിരുന്നു. ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയതിന്റെ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ ഉടനെ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. നിലമേലുണ്ടായ സംഭവവികാസങ്ങളും അതിനെ തുടർന്ന് ഉണ്ടായ കാര്യങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ ഒരു നോട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ചീഫ് സെക്രട്ടറി കൊടുക്കുന്ന റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിക്കുക എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് നടപടിയായിരിക്കും ഇനിയിപ്പോൾ, അതായത് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഗവർണർക്ക് സുരക്ഷ കൂട്ടിക്കഴിഞ്ഞു. പക്ഷേ ഇനി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് പഠിച്ച ശേഷം എന്തായിരിക്കും കൂടുതലായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നോക്കിക്കാണുന്ന ഉറ്റുനോക്കേണ്ടുന്ന ഒരു കാര്യം. മാത്രമല്ല എല്ലാ മാസവും ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു റിപ്പോർട്ട് കൊടുക്കാറുണ്ട്. അത് സാധാരണഗതിയിൽ കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്, സ്വാഭാവികതയൊന്നുമില്ല. പക്ഷേ ഈ തവണ അല്ലെങ്കിൽ ഈ മാസം ഗവർണർ കൊടുക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ അടുത്ത മാസം കൊടുക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ട് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൂടി CPM-ന് ബോധ്യമുണ്ട്. കാരണം ആ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെയും പോലീസിനെതിരെയും ഉള്ളതായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം പോലീസ് രാഷ്ട്രീയ തടവറയിലാണ് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഗവർണർ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിൽ എന്തെങ്കിലും റിപ്പോർട്ടായിരിക്കുമോ ഗവർണർ സമർപ്പിക്കുക എന്നുള്ളത് കൂടി എന്തായാലും സർക്കാർ ഉറ്റുനോക്കുന്നുണ്ട്.